ദൈവനിർമ്മാണത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഷിബു ജോൺ. ഇതെൻ്റെ മകൾ സിൽവിയ ഗ്രേസ് ഷിബു. ഇവിടെ എത്തുവാനും ഇവിടെ പല പ്രാവശ്യം എത്തുവാനും അതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കാനും ഇടയായ ഒരു വ്യക്തിയാണ്. ഞാൻ ഏതാണ്ട് 8 ഉടമ്പടിയോളം എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഉടമ്പടി ജീവിതത്തിൽ തന്നെ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി അത്ഭുതങ്ങളെ, അടയാളങ്ങളെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത, പക്ഷേ എനിക്ക് അനുവാദം തന്നിരിക്കുന്ന ഒരേ ഒരു സാക്ഷ്യം പറയാണ്. എൻ്റെ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാക്ഷ്യങ്ങൾ അനവധിയാണ്. അത് എത്ര പറഞ്ഞാലും തീരത്തില്ല. പക്ഷേ ഞാനൊരു സാക്ഷ്യം പറയാം. എൻ്റെ മകൾ ഒരു നാഷണൽ പ്ലെയർ ആയിരുന്നു. പലപ്പോഴും ജോലിക്ക് വലിയ പ്രയാസമില്ലാതെ 12th തൊട്ട് ജോലിയുടെ സാധ്യതകളായിരുന്നു എപ്പോഴും. പക്ഷേ ഞാൻ അന്നേരം പറയും, മോളെ വേണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ, ഡിഗ്രി എടുക്കട്ടെ, ഇങ്ങനെ ഓരോ പ്രാവശ്യം പറയും. എനിക്ക് മേടിച്ചു കൊടുക്കാവുന്ന പല ജോലികളും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോലും ഞാൻ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാതെ അതിലൊക്കെ പല രീതിയിൽ അത് മാറിപ്പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ കോവിഡിൻ്റെ ടൈം കടന്നു വന്നപ്പോൾ അവൾ ആ കളിയൊക്കെ നിർത്തി. അവളെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാനായിട്ട് അവൾ കടന്നുപോയി. ആ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഒരു അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയാണ്, കുഴപ്പമില്ലാതെ പോകുന്നു. അങ്ങനെ വന്ന് എക്സാമിൻ്റെ സമയമായപ്പോൾ അവൾക്ക് ഓൾ ഇന്ത്യ ലെവലിലുള്ള ബാങ്കിൻ്റെ എക്സാം എഴുതിയപ്പോൾ അവൾ അതിൽ വിജയിച്ചു. അവൾക്കത് ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഫൈനൽ സെമസ്റ്ററിൽ എല്ലാ സബ്ജക്റ്റിനും ജയിക്കണം. യാതൊരു വിധത്തിലും അതിന് ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ എല്ലാവരോടും സാക്ഷ്യമായി വിളിച്ച് പറഞ്ഞു. കാരണം ഇവിടെ വരുന്നതാണ്. എപ്പോഴും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഓടി വന്ന് അച്ഛൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവം അത് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ഞാൻ വലിയ സാക്ഷ്യം പോലെ എല്ലാവരോടും പറഞ്ഞു. പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് കരുതി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു 3 സബ്ജക്റ്റ് ഡ്രോപ്പ് ഡൗൺ ആയി. 3 സബ്ജക്റ്റ് ഡ്രോപ്പ് ഡൗൺ ആയി കഴിഞ്ഞപ്പം വീണ്ടും അത് റീവാലുവേഷൻ കൊടുത്തപ്പോൾ 2 എണ്ണം പാസ്സായി. അന്നേരം ബാങ്കിൽ നിന്ന് ഇനി ഏത് നിമിഷം വേണേൽ വിളിക്കും. വീണ്ടും ലാസ്റ്റ് സബ്ജക്റ്റിൻ്റെ കാര്യം വന്നപ്പോൾ അതിൻ്റെ ഒരു റീവാലുവേഷൻ, ഇവളൊരു സ്പോർട്സ് താരമായതുകൊണ്ട് റീവാലുവേഷൻ ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. ഞങ്ങൾ അച്ഛൻ്റെ അടുക്ക് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ അന്നേരം ഇവളോട് പറഞ്ഞു, മോളെ നീ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇവളെ ചെവിക്ക് പിടിച്ചിങ്ങനെ കറക്കിയാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു, മോളെ അതൊരു അനുഗ്രഹമായിട്ടുണ്ട്, തീർച്ചയായിട്ടും നിനക്ക് സാക്ഷ്യം പറയാം. അങ്ങനെ ഇരിക്കുമ്പം വീണ്ടും അന്നേരം വൈസ് ചാൻസലർ പറഞ്ഞു, ഇല്ല ഞാൻ സ്പെഷ്യൽ ഇതിൽ കൂടി പെർമിഷനിൽ കൂടി ഇത് റീവാലുവേഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളും വന്ന് ആ റീവാലുവേഷൻ നടന്നില്ല. എൻ്റെ മകളുടെ ജോലി നഷ്ടപ്പെട്ടു. ദൈവത്തിന് നന്ദിയെന്ന് മാത്രമേ ഞാൻ ആ ജോലി നഷ്ടപ്പെട്ടതിൽ ഇന്നിവിടെ എന്നുകൊണ്ട് പറയത്തുള്ളൂ. കാരണം അത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു. കാരണം അവിടെ കൂടെയുള്ള പലരും ജോയിൻ ചെയ്തു, പലരും വിളിക്കുന്നു, പലരും അന്നേരം മോളുടേതായിട്ടുള്ള ആ ഒരു വിശ്വാസം ഒത്തിരി അങ്ങ് ക്ഷയിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ഇത് ജോസഫ് അച്ഛൻ അൾത്താരെ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അത് ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നത്, നിനക്ക് നന്മയുള്ളതല്ലാതെ തരത്തില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് മോളോട് പറഞ്ഞു കൊടുത്തു. എന്നാൽ മക്കളും, എനിക്ക് 3 മക്കളാണ്, എൻ്റെ മറ്റു മക്കളെയും ഇവരെയെല്ലാം വിശ്വാസത്തിൽ കൊണ്ടുവരേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണ്. കാരണം ഞാൻ ഈ ആത്മീയ ജീവിതത്തിൽ വന്നിട്ട് വർഷങ്ങളായി. എനിക്ക് വലിയ വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അച്ഛൻ ആൾത്താരെ നിന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ അത് 100% സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസം തന്നെ എനിക്ക്. അല്ലേ അച്ഛനത് പറയാൻ പറ്റത്തില്ലെന്നുള്ള. അന്നേരം ഞാൻ എപ്പോഴും പ്രാർത്ഥനയിലായി. കുട്ടികൾക്കൊക്കെ ഒരു മന്ദഗതിയായി, ജോലി നഷ്ടപ്പെട്ടു. പക്ഷേങ്കിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. കർത്താവേ, ആ ആൾത്താരെ നിന്നുകൊണ്ട് ജോസഫ് അച്ഛനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ല ഞാനല്ല പറഞ്ഞിരിക്കുന്നത്. എനിക്കല്ല നാണക്കേട്, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ ഇത് സംഭവിച്ചേ മതിയാവൂ. ഇവിടെ ഒരു അത്ഭുതം നടക്കണം. ഞാൻ പറയുന്നില്ല ഇനി ബാങ്കിൻ്റെ കിട്ടണമെന്നോ അല്ലേ, അതല്ല പറയുന്നത്. പക്ഷേ അത്ഭുതകരമായി ദൈവത്തിൻ്റെ പ്രവർത്തനം നടന്നു എന്നുള്ളത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവമേ നീ പ്രവർത്തിക്കണം. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകനാണല്ലോ അച്ഛൻ. അമ്മ അതൊന്ന് ഓർത്തു കൊള്ളണേ എന്ന് പറയും. ഞങ്ങൾ എത്ര പ്രാവശ്യം അവിടെ വന്നിട്ട് ഇങ്ങനെ വളരെ ഇതായിട്ട് ഞാൻ ആരാധനയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. തിരിച്ചു വരുമ്പോൾ മൗനം കാണും, വേദന കാണുമ്പോൾ ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ വിശ്വാസത്തിൻ്റെ തലത്തിൽ ഞാൻ പരിശീലിപ്പിച്ചുകൊണ്ട് വരുന്ന അന്നേരം ഒരു ചെറിയൊരു ഇടർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവരുടെ വിശ്വാസം നഷ്ടപ്പെടുമെന്നുള്ള ഒരു വലിയ വേദന എന്നിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ അനിയൻ എൻ്റെ മകളെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു, ജോലിക്കൊക്കെ നോക്കാം. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയും, മോളെ ദൈവം പ്രവർത്തിക്കുക. എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്, പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ദൈവം പ്രവർത്തിച്ചിരിക്കും. നിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതായിട്ടുള്ളൊരു പ്രവർത്തനം നടക്കും.
അങ്ങനെ യാദൃച്ഛമായി അവൾ എന്നെ വിളിച്ച് പറഞ്ഞു, അപ്പം ഇന്നടത്തൊരു കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഞാനന്നേരം പറഞ്ഞു, മോളെ അപ്പം എന്ത് ചെയ്യാനാ? അപ്പം ഒരു കാര്യം ചെയ്ത് അത് ഞാൻ പറഞ്ഞു, മോള് മെയിൽ അയക്കേ, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ മോള് മെയിൽ അയച്ച് അവരെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞ് ഇത് പിന്നാണ് നമ്മൾ അറിയുന്നത്, എല്ലാത്തിനും മോൾ അവിടെ ഫസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, ഇന്ത്യയിലെ പ്രമുഖമായ ഒരു യൂണിവേഴ്സിറ്റിയിലെ അഡ്മിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏതാണ്ട് ബാങ്കിനോളം അടുത്തുള്ള സാലറിയും. അതുപോലെ തന്നെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു വീണ്ടും എൻ്റെ മോളെ കോർട്ടിലേക്ക് ഇറങ്ങണം, കളിയിലേക്ക് ഇറങ്ങണം. കാരണം ഞങ്ങളൊക്കെയും കണ്ടില്ലേ, അമിതമായ തടിയുള്ളവരാ, അതിനുവേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാലേ ഇറങ്ങും. അന്നേരം അവർ പറഞ്ഞ ഒരു പോളിസി ഇതാണ്, മോളെ ഇനിയും ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളെ കൂടെ പരിശീലിപ്പിക്കാനായിട്ടുള്ള രീതിയിലേക്ക് ഇറങ്ങണം. അങ്ങനെ 2 ഡിപ്പാർട്ട്മെൻറ്റിനെ അവൾ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നു. അതിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എല്ലാ ഫെസിലിറ്റിയും അവർ കൊടുത്തു, ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയുള്ള അക്കോമഡേഷനും എല്ലാം. മാത്രമല്ല ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന എല്ലാം. അന്നേരം അവളുടെ കൂട്ടുകാർ വിളിച്ചിട്ട് ചോദിക്കുന്ന, ബാങ്കിൽ കയറിയവർ, എടി ഞങ്ങൾക്കൊക്കെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി. 9 മണി 9:30 വരെ ആണ് അവരുടെയൊക്കെ ഡ്യൂട്ടി മിക്കവാറും ദിവസങ്ങളിൽ. മോക്കെന്ന് പറയുമ്പോൾ 5 മണിയാകുമ്പോൾ ജോലി കഴിഞ്ഞു, അവൾക്ക് അവിടെ കാര്യങ്ങൾ നോക്കാം, കുമ്പസാരിക്കാൻ പോകണമെങ്കിൽ പോകാം, കുർബാനയ്ക്ക് പോകണമെങ്കിൽ പോകാം, എല്ലാം. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾക്കകത്ത് നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ഉരച്ചു നോക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം പ്രവർത്തിക്കും, പരിശുദ്ധ അമ്മ പ്രവർത്തിക്കും. ഞാനിവിടേക്ക് കടന്നു വന്നത് ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പലരുടെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും ഞാൻ നോക്കുന്ന വിധത്തിലൊന്നും അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല. പക്ഷേ എന്നോട് ഒരു വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞു, കൃപാസനത്തിൽ പോകാതെ ഇനി രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അന്ന് മുതൽ ഏതാണ്ട് 5-6 വർഷമായെന്നാണ് എൻ്റെ അച്ഛൻ വളരെ കരുതി. അതിനെനിക്ക് നന്ദിയുണ്ട്. എല്ലാ കാര്യത്തിൻ്റെ അകത്തും എല്ലാവരോടും സഹകരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എനിക്ക് യാതൊരു വിധത്തിലും സംശയമില്ലാതെ പറയാൻ പറ്റും, ഇതുപോലെയുള്ള ഓരോ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ. ഞാൻ അതുപോലെ തന്നെ എവിടെ പോയാലും ഞാൻ ആദ്യം പറയുന്നത് കൃപാസന അമ്മയെക്കുറിച്ചാണ്. എൻ്റെ മോളെയും കൊണ്ട് ഞാൻ റീവാല്യൂഷൻ്റെ ആവശ്യത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു, അവിടെ പോകുമ്പോഴും ട്രെയിനിൽ വെച്ച് പോലും ആ പേപ്പർ കൊടുക്കാനായിട്ട് എൻ്റെ മോളത് ചെയ്യും. എൻ്റെ മകനെ, മൂത്ത മകനെ, അവൻ എന്നെ എപ്പോഴും കളിയാക്കുമായിരുന്നു. അപ്പം സ്കൂട്ടറിൽ പോയി അല്ലെ കാറിൽ പോയിട്ട് പേപ്പർ കൊടുക്കുക, അപ്പന് നാണമില്ലേ? അവസാനം എൻ്റെ മകനും എന്നോട് കൂടി സഹകരിച്ചു. ഞങ്ങളെല്ലാം കൂടെ ആണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പറഞ്ഞ് ഞാനെപ്പോഴും പറയും, നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ല സാധാരണപ്പെട്ടവർ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളല്ല. ഞാനും വൈഫും കൂടെ പ്രീസ്റ്റ് ഹോമിൽ പോയിട്ടുണ്ട്, അവിടെ അച്ഛന്മാരുടെ ഡ്രസ്സുകൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലൊപ്പം തന്നെ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള 500 പേര് താമസിക്കുന്നിടത്ത് പോയി എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ അവർക്ക് ആഹാരം വാരി കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അപ്പാ വായിൽ നിന്നൊക്കെ ഓരോന്ന് ഒലിക്കുന്ന ഓരോരുത്തരല്ലേ, അവരുടെ കണ്ടില്ലേ അപ്പാ, എന്നാലും ഞാനത് അവർക്ക് വായിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഒക്കെയും ഒരിക്കലും ഞങ്ങളായിട്ട് ചെയ്ത ഒരു പ്രേക്ഷിത പ്രവർത്തനമല്ല, പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്ന പോലാണ്. ഈ 2 ദിവസം മുൻപേ ഉണ്ടായ ഒരു എൻ്റെ വൈഫ്, ഞങ്ങൾ ആരാധനയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ഷൂച്ചാൻ നമുക്ക് 2 പൊതി മേടിച്ച് കൊടുക്കാം. ഞാൻ ചോദിച്ചു, ആർക്ക് കൊടുക്കാൻ? ആ സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു പാവം പൊടിച്ച ഒരു സ്ത്രീ ഇരിപ്പുണ്ട്, ദേഹത്തെല്ലാം കുരുവുള്ള. ഞാൻ പറഞ്ഞു, ഓക്കെ ആയിക്കോട്ടെ, ഞാനത് ചെയ്യാം. അങ്ങനെ ഞാൻ 2 പൊതി ചോറ് മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്നത് വേറൊരു സൈഡിലോട്ട്. എൻ്റെ വൈഫ് പറയുന്നത് അവിടെ അല്ല. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, നമുക്കിതുവഴി ഒന്ന് പോകാമെന്ന് പറഞ്ഞു. ചെന്ന് ഞങ്ങൾ നിർത്തിയിടത്ത് എൻ്റെ വൈഫ് പറഞ്ഞ് ആ ചേച്ചി അവിടെ നിൽക്കുക, ആ ചേച്ചി ആദ്യമേ കൈ നീട്ടുന്നത്. അങ്ങനെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഒന്നും ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നണ്ട, അതെല്ലാം പരിശുദ്ധ അമ്മ ചെയ്യിപ്പിച്ചോളും. അതുപോലെ ഞാൻ അനേകരോട് സാക്ഷ്യങ്ങൾ, എനിക്ക് ദൈവകൃപയാൽ ഇവിടെ വന്നതിന് ശേഷം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഈ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും പോകാനായിട്ടും ബിസിനസ് പരമായിട്ട് ദൈവം അവസരം തന്നു. ഞാൻ എവിടെ പോയാലും ഞാൻ ഇവിടെ നിന്നുള്ള പേപ്പറും കൊണ്ടല്ലാതെ, പത്രം കൊണ്ടല്ലാതെ ഞാൻ പോകത്തില്ല. ഏത് ഭാഷയിലാണെങ്കിലും ഞാൻ അവിടെ ചെന്നിറങ്ങി കഴിയുമ്പം ആ പത്രം അവിടുത്തെ പള്ളിയിലോ അവിടെ എവിടെയെങ്കിലും പോയി ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഞാൻ ആഫ്രിക്കയിൽ പോയ സമയത്ത് ഞാൻ ഫ്രഞ്ച് പത്രം കൊണ്ടാണ് പോയത്. ആ ഫ്രഞ്ച് പത്രം ഞാൻ അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം ഭയങ്കര സന്തോഷം. അതെല്ലാം കാരണം അവിടെ ആഫ്രിക്ക ആ രാജ്യത്ത് അവരുടെ എല്ലാം ലാംഗ്വേജ് ഫ്രഞ്ചിലാണ്, അവരുടെ റിട്ടേൺ ലാംഗ്വേജ് അവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ. അതുപോലെ തന്നെ ഞാൻ ഏത് രാജ്യത്ത് പോയാലും വിശുദ്ധ ഉപ്പ്, ആ വെഞ്ചരിച്ച ഉപ്പിട്ട് വെഞ്ചരിച്ചിട്ട് എനിക്ക് മരണകരമായ അപകടം വരെ വരാൻ സാധ്യത ഉണ്ടായിടത്ത് എന്നെ പരിശുദ്ധ അമ്മ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ചു. ഒരു കാര്യം ഞാൻ പറയാം,
ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു പിതാവിന് ഒരു ഉത്തരവാദിത്വമുണ്ട് മക്കളുടെ കാര്യത്തിൽ. അമ്മമാരല്ല മക്കളെ ആത്മീയ ജീവിതത്തിലേക്ക് പിടിച്ചു വളർത്തേണ്ടത്, പിതാക്കന്മാരാണ്. കാരണം പിതാക്കന്മാർ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ കർശനമായിട്ട് ഞാൻ പറയും, ഇത് ചെയ്തേ പറ്റത്തുള്ളൂ, ഇങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്ത് എൻ്റെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരു പ്രശ്നത്തിൻ്റെ മുൻപിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയാണ് കടന്നു വന്നത്. എന്നാൽ എൻ്റെ വിശ്വാസം ഞാൻ ഏറ്റുപറഞ്ഞപ്പോൾ, എൻ്റെ കർത്താവേ, ഞാൻ നിൻ്റെ മുൻപിൽ സത്യസന്ധതയോടെ നിൽക്കുമ്പോൾ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ വിശ്വാസം കാണിച്ചു കൊടുക്കുമ്പോൾ, എൻ്റെ ദൈവമേ പ്രവർത്തിക്കണമേ. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ഒരു വചനമുണ്ട്, പ്രവാചകനെ പ്രവാചകനായി കാണുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ള. അതുപോലെ തന്നെയാണ് അച്ഛനെ ആ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടാൽ, അച്ഛൻ്റെ ഓരോ അതരങ്ങൾ കൊണ്ട് പറയുന്ന ചില വാക്കുകൾ നിങ്ങൾ അതോടുകൂടി സ്വീകരിച്ചാൽ 100% ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കും, ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കും. ഇന്ന് ഞാനും എൻ്റെ മകളും കൂടി ഇവിടെ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുകയാണ്. അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് ഒരാത്മാവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സാക്ഷ്യം പറയുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഈ കർത്താവിന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഈ കർത്താവ് പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മ പറയണം. പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും പറയും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ലോകത്ത് തന്നിരിക്കുന്ന ഒരു ആളാണ് പ്രിയപ്പെട്ട അച്ഛൻ. അച്ഛനിൽ കൂടി അനേക അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 48:10 മുതലുള്ള തിരുവചനങ്ങളിൽ, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും? എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല. ഇവിടെ ഷിബു ജോൺ എന്ന മകൻ തൻ്റെ മകളുടെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നു. മകൾക്ക് കിട്ടിയ ജോലി നഷ്ടപ്പെടുന്നതും, മകളൊരു പ്ലെയറാണ്. അപ്പോൾ ആ മകൾക്ക് കിട്ടുന്ന ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് ഈ മകളും ഉടമ്പടിയെടുത്ത മകളാണോ? ഉടമ്പടിയെടുത്ത് ജീവിക്കുന്ന ഒരു മകൾ തന്നെയാണ്. അപ്പോൾ ആ മകൾക്ക് തനിക്ക് നഷ്ടപ്പെട്ട ജോലിയെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലെ തൻ്റെ മക്കളുടെ കാര്യങ്ങൾ എല്ലാം ഇവിടെ വ്യക്തമായിട്ട് ഈ മകൻ പറയുന്നുണ്ട്. അപ്പോഴൊരു പിതാവെന്ന നിലയിൽ തനിക്ക് അവരെ താൻ നയിക്കേണ്ട രീതിയിൽ താൻ നയിക്കുമ്പോൾ പിന്നീട് വന്ന ഈ ജോലിയിൽ വന്ന അസ്ഥിരത, അത് തൻ്റെ കുടുംബത്തെ മുഴുവനായും ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക്, മകളുടെ വിശ്വാസത്തെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരുമ്പോൾ താൻ കൂട്ടുപിടിക്കുന്നത് പരിശുദ്ധ അമ്മയെ തന്നെയാണെന്നും എന്തും നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ഈ മകൻ വീണ്ടും വീണ്ടും പറഞ്ഞ് ഇന്ന് ഈ മകൾക്ക് ഏറ്റവും നല്ല ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ വീണ്ടും ബാംഗ്ലൂരിൽ ഒരു ജോലി ലഭിക്കുന്നു. അതും ഏറ്റവും സൗകര്യങ്ങളോട് കൂടിയ ജോലി. തൻ്റെ ആത്മീയ ജീവിതത്തിനൊന്നും ഒരു കുറവും വരുത്താതെ ദൈവം എങ്ങനെയാണ് ആ മകളെ പരിപാലിക്കുക, തനിക്ക് വീണ്ടും തൻ്റെ അത്ലറ്റിക് പ്രൊഫിഷ്യൻസിയൊക്കെ വീണ്ടും ആ മകൾക്ക് തുടരാനുള്ള എല്ലാവിധ സാധ്യതകളുമൊക്കെ അവിടെയുണ്ട്. അങ്ങനെ ഏത് രീതിയിലും ദൈവം തങ്ങളെ വഴി നടത്തിയത് വെറുതെ അല്ല. അതുകൊണ്ട് തന്നെയാണ് കഷ്ടതയിലൂടെ കടന്നു പോകുന്നെങ്കിലും എങ്ങനെയാണ് നാം കേട്ട തിരുവചനം പോലെ ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു. എന്നാൽ എങ്ങനെ ശുദ്ധീകരിച്ചു എന്ന് പറയുന്നുണ്ട്. വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശുദ്ധീകരിച്ചു എന്നാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8:35 നാം വായിക്കുന്നുണ്ട്. ഇന്ന് തങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, വേറിട്ട രീതിയിലുള്ള ഒരു ജീവിതം, വേറിട്ട രീതിയിലുള്ള ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള ജീവിക്കുവാനുള്ള ആഗ്രഹം, താൻ കൃപാസന പത്രം ഏതൊക്കെ രാജ്യത്ത് പോയാലും അവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നു. എല്ലാറ്റിനും ദൈവകൃപ കാണുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.